കേരളത്തിന്റെ ടൂറിസം മേഖലയെ കിഫ്ബി അടിമുടി മാറ്റിമറിച്ചു കഴിഞ്ഞു. മലയോര ഹൈവേയും നിരവധി റോഡുകളുടെ നിർമ്മാണവും നവീകരണവും വാട്ടർ മെട്രോയും കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമായ നൂറുകണക്കിന് പാലങ്ങളും മേൽപ്പാലങ്ങളുമെല്ലാം കേരളത്തിലെ അതിമനോഹര ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കുള്ള യാത്ര അത്രമേൽ സുഖകരമാക്കി. വാട്ടർ മെട്രോയിലൂടെയുള്ള ഒരു യാത്ര തന്നെ ഒരു അനുഭവമാണ്. പക്ഷെ കിഫ്ബി ടൂറിസത്തെ വളർത്താൻ സുഖകരമായ പാത മാത്രമല്ല ഒരുക്കിയത്. കിഫ്ബിയിലൂടെ ലോക ശ്രദ്ധ നേടിയ ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് കേരളത്തിൽ യാഥാർത്ഥ്യമായത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സൂ തൃശ്ശൂരിലെ പുത്തൂരിൽ യാഥാർത്ഥ്യമായത് കിഫ്ബിയിലൂടെയാണ്. തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് അറ്റ് പുത്തൂർ എന്ന കേരളത്തിന്റെ അഭിമാനമായ ഈ സൂ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്കാണ്. ഏക്കർ സ്ഥലത്ത് 300 കോടി രൂപ ചെലവിലാണ് ഈ സുവോളജിക്കൽ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലകളൊന്നായി ഇനി നമ്മുടെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് അറ്റ് പുത്തൂർ അറിയപ്പെടും. ഈ ആധുനിക സുവോളജിക്കൽ പാർക്കിൽ വന്യജീവികളെ കൂട്ടിലടക്കുന്ന രീതിയില്ല. വന്യജീവികളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഇങ്ങനെ തുറസായി പ്രദർശിപ്പിക്കാനുള്ള ഇത്തരം വാസസ്ഥലങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രശസ്ത ഓസ്ട്രേലിയൻ മൃഗശാല ഡിസൈനർ ജോൺ കോയാണ് ഈ സുവോളജിക്കൽ പാർക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പാർക്കിന്റെ പ്രവർത്തനത്തിന് വേണ്ട 90% വൈദ്യുതിയും സോളാറിലൂടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മളെല്ലാം ഇപ്പോൾ കാണുന്നത് എന്നോ ഉണ്ടായ ഒരു സൂ, പിന്നെ കാലക്രമേണ അതിന് മാറ്റങ്ങൾ വരുത്തി ഓരോ കാലഘട്ടങ്ങളിലുണ്ടായ മാറ്റങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുതിയ ഡിസൈനിലേക്ക് വന്നു. ആ ഡിസൈൻ സൂ ആണ് നമ്മളെല്ലാം കാണുന്നത് പല സ്ഥലങ്ങളിലും. അതായത് ഇപ്പോൾ ഈ സൂ, തൃശ്ശൂർ സൂ തന്നെ 1885 തുടങ്ങിയതാണ്. വെറ്റുവാണ സൂ അതേപോലെയാണ്. പിന്നെ മൈസൂർ സൂ, പിന്നെ ബെന്നാർക്കട്ട, പിന്നെ വണ്ടർല, ചെന്നൈയിലുള്ള സൂ, ഹൈദരാബാദ്, ഇവരെല്ലാം 1800, 1900 ആ 100 വർഷത്തിന് മുമ്പൊക്കെ തുടങ്ങിയ സൂകളാണ്. അന്നെല്ലാം സൂവിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു കേജ്ഡായിട്ടുള്ള അനിമൽസിനെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു വന്നത്. പിന്നെ അനിമൽസിൻ്റെ ഹാപ്പിനെസ്സിനാണ് പ്രാധാന്യം എന്നുള്ളത് കൊണ്ട് തന്നെ അനിമൽസിനെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെ വേണം കാണിക്കാൻ, അത് എക്സിബിറ്റ് ചെയ്യാനെന്നുള്ള ഒരു പോളിസി മാറ്റം വന്നു. ആ പോളിസിക്ക് അനുസരിച്ചിട്ട് പഴയ ഉണ്ടായിരുന്ന സൂകളെല്ലാം അവരുടെ രീതി മാറ്റി അവിടെ റിനോവേഷൻ കൂടി പുതിയ ഡിസൈൻ ചെയ്ത് ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ലോക പ്രശസ്തനായിട്ടുള്ള ഓസ്ട്രേലിയൻ ഡിസൈനർ ജോൺ കോ അദ്ദേഹം ഇവിടെ നേരിട്ട് വന്ന്, അന്ന് ഇതെല്ലാം ഒരു മുളങ്കാടും കാഷ്യൂ ഒക്കെ എൻ്റെ ഒരു തോട്ടമായിരുന്നു. തോട്ടം പഴയ ഫോറസ്റ്റിൻ്റെ ഒരു റിസർവ് ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വരണ്ട ഒരു ഏരിയ. അപ്പോൾ അദ്ദേഹം വന്ന് ഈ സ്ഥലത്ത് താമസിച്ച് ഈ കാട്ടിൽ കൂടെ നടന്ന് രാവിലെ 6 മണിക്ക് ഇറങ്ങി രാത്രി വരെ നടന്ന് ഓരോ സ്ഥലത്ത് നിന്ന് വരച്ച് അവിടെ എന്ത് വേണം, അതെങ്ങനെ വേണം എന്ന് അദ്ദേഹത്തിൻ്റെ പേപ്പറിൽ ലൈൻ സ്കെച്ചുകൾ വരയ്ക്കുകയും സ്കെച്ച് കൊണ്ടുള്ള വരച്ച് അതിൻ്റെ ആ മോഡലാണ് ഞങ്ങളുടെ ഒരു ബൈബിൾ. അതിനുശേഷമാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് എഞ്ചിനീയറിംഗ് ഇങ്ങനെ ഏൽപ്പിച്ചു, അവരതിനെ ഒരു ഡിസൈൻ ഫോമിലേക്ക് മാറ്റി. പിന്നെയാണ് നമ്മൾ പിന്നെ ഈ വർക്ക് വരുന്നു, CPWനെ ഏൽപ്പിക്കുന്നു, വർക്കെല്ലാം ചെയ്യാനായിട്ട് CPWനെ ഏൽപ്പിക്കുന്നു. അവരാണ് പിന്നെ ടെൻഡർ ചെയ്യുന്നതും ഈ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോയി ഈ അവസ്ഥയിലെത്തിക്കുന്നത്. പ്രത്യേകിച്ചും ഇവിടുത്തെ MLA കൂടെ രാജൻ സാർ, നമ്മുടെ റവന്യൂ മിനിസ്റ്റർ, പിന്നെ വനവകുപ്പ് മന്ത്രി, ഇവരെല്ലാം ഒരു കൂട്ടായ തീരുമാനം എടുത്തതിൻ്റെ ഫലമായിട്ടാണ് കൂടുതൽ മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള ആശയങ്ങൾ ഉണ്ടാകുന്നതും പുതിയ ആശയങ്ങൾ. മൃഗങ്ങൾ മാത്രമല്ല, പിന്നെ കൂടാതെ ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡിങ് ആണ് വിർച്വൽ റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഗെയിംസൊക്കെ നമുക്ക് സാധാരണ കാണാൻ പറ്റും. എന്നാൽ ഒരു സൂവിൻ്റെ കാഴ്ചപ്പാട്, സൂവിനകത്ത് സൂവിൻ്റേതായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം ഈ ഒരു വിർച്വൽ റിയാലിറ്റി കൂടെ കൊടുക്കുക എന്നുള്ള ഒരു സന്ദേശം എത്തുന്നത് നമ്മൾ ഇവിടെ നിന്നാണ്. അക്ഷരങ്ങൾക്കും ഭാഷയ്ക്കും ആദരമേകി കോട്ടയത്ത് അക്ഷര മ്യൂസിയം ഒരുങ്ങിയതും കിഫ്ബിയുടെ കരുത്തിലാണ്. അക്ഷരത്തെയും ചരിത്രത്തെയും സ്നേഹിക്കുന്നവർക്ക് പുതിയ അനുഭവമാണ് മ്യൂസിയത്തിലെ കാഴ്ചകൾ. അന്തർദേശീയ നിലവാരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് 15,000 ചതുരശ്ര അടിയിലാണ് ഈ മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. നാല് വർഷം കൊണ്ട് രാജ്യത്തും വിദേശത്തും നടത്തിയ നിരവധി പഠനങ്ങൾക്കൊടുവിലാണ് മനുഷ്യന്റെ അക്ഷര ചരിത്രത്തെ ഈ മ്യൂസിയത്തിൽ എത്തിച്ചിരിക്കുന്നത്.
6000-ഓളം ഭാഷയുടെ ഡിജിറ്റൽ ശേഖരമുണ്ട് ഇവിടെ. ഭാഷയുടെ ഉൽപ്പത്തിയും അക്ഷരങ്ങളുടെ പരിണാമവും അങ്ങനെ മനുഷ്യൻ സംസാരിച്ചു തുടങ്ങിയ കാലം വരെ ഇവിടെ വിവരിക്കുന്നു. മ്യൂസിയത്തിന്റെ ആദ്യ ഗാലറിയാണ്. മൊഴിയിൽ നിന്ന് വരയിലേക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഗാലറിയിൽ ശബ്ദ ലിഖിത രൂപങ്ങളുടെ തുടക്ക സംവിധാനങ്ങളാണ് ഈ ഗാലറി ഒരുക്കിയിരിക്കുന്നത്. ലിപി സമ്പ്രദായം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയായിരുന്നു എഴുത്ത് രൂപം ആശയവിനിമയത്തിനായി തയ്യാറായിരുന്നത് എന്നുള്ള വിശദവിവരങ്ങൾ ഒന്നാം ഗാലറിയിൽ വിവരിക്കുന്നതാണ്. അതിൽ ഗുഹാചിത്രങ്ങൾ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യൻ തൻ്റെ ആവാസ വ്യവസ്ഥയെ അടയാളപ്പെടുത്തുന്നതാണ് ഗുഹാചിത്രങ്ങളുടെ ഉള്ളടക്കം. ഗുഹാചിത്രങ്ങളുടെ ഏരിയ കഴിഞ്ഞതിന് ശേഷം അതിന്റെ അടുത്ത ഘട്ടം എന്നുള്ള രീതിയിലേക്ക് വരുന്നത് പിക്ടോഗ്രാഫാണ്, ചിത്രലിപികളാണ്. ചിത്രലിപികൾ തന്നെ ലോകത്തുള്ള പ്രധാന ചിത്രലിപികളായി നമ്മൾ കണക്കാക്കപ്പെടുന്നത് ക്യൂനിഫോം, ഹീറോഗ്ലിഫിക്സ്, സൈന്ധവ ലിപി, ചൈനീസ് ലിപി എന്നിവയാണ്. വരയിൽ നിന്ന് ലിപിയിലേക്ക് എന്ന് പേരിട്ടിരിക്കുന്ന രണ്ടാം ഗാലറി ബ്രാഹ്മി ലിപി മുതൽ മലയാള ലിപി വരെയുള്ള ലിപികളുടെ പരിണാമ ചരിത്രത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന തിയേറ്റർ, ഹോളോഗ്രാം, അങ്ങനെ കാഴ്ചകളേറെ. കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് വൻ മുതൽക്കൂട്ടാണ് മുഴുപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് സമഗ്ര വികസന പദ്ധതി. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ ഡ്രൈവിൻ ബീച്ചായ മുഴുപ്പിലങ്ങാട് പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന ധർമ്മടം ബീച്ച്, അഞ്ചരക്കണ്ടി, ധർമ്മടം ദ്വീപ് എന്നിവയുടെ വികസനമാണ് ഈ പദ്ധതിയിലുള്ളത്. കിഫ്ബിയിൽ നിന്ന് 233.72 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം. 62 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത്. പാരമ്പര്യ തനിമയും ചരിത്രവും വിളിച്ചോതുന്ന വടക്കൻ കേരളത്തിലെ പ്രധാന നഗരമായ തലശ്ശേരിയിലെ ഹെറിറ്റേജ് ടൂറിസം വികസനമാണ് കിഫ്ബി പദ്ധതികളിൽ മറ്റൊന്ന്. ഗുണ്ടട്ട് ബംഗ്ലാവായിരുന്ന ഗുണ്ടട്ട് മ്യൂസിയം ചരിത്രാന്വേഷകർക്കും ഗവേഷകർക്കും ഉപകാരപ്രദമാകും വിധമാണ് നവീകരിച്ച് സൂക്ഷിച്ചിരിക്കുന്നത്. ഹെർമൻ ഹെസെ ലൈബ്രറി, ജൂലി ഗുണ്ടട്ട് ഹാൾ, അപൂർവമായ കൈയെഴുത്തു പ്രതികൾ, ഡിജിറ്റൽ ബുക്ക് ആർക്കൈവ് എന്നിവ ഈ മ്യൂസിയത്തിലുണ്ട്. തലശ്ശേരിയിലെ കടൽ തീരത്തെ മനോഹാരിത ആസ്വദിക്കാവുന്ന പാർക്കുകളാണ് ഹെറിറ്റേജ് ടൂറിസം പ്രൊജക്ടിന്റെ ഭാഗമായുള്ള മറ്റു കിഫ്ബി വികസനങ്ങൾ. ആലപ്പുഴ ഹെറിറ്റേജ് പ്രൊജക്ട്, ഹിൽ ഹൈവേ ടൂറിസം കണക്ടിവിറ്റി, കോവളത്തെ ബീച്ച് ടൂറിസം പദ്ധതി, നിരവധി വാട്ടർ ടൂറിസം പദ്ധതികൾ തുടങ്ങി കിഫ്ബി കേരള ടൂറിസത്തെ ലോകോത്തര നിലവാരത്തിലേക്കാണ് വഴിതെളിക്കുന്നത്.